ഈ തള്ളലൊക്കെ ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഒരു 100% സത്യത്തെ ഞെക്കിക്കൊല്ലാനൊന്നും ആർക്കും സാധിക്കില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പരാതി കോടതി പരിഗണിക്കേണ്ടത് എന്ന് നമ്മൾ തല 100 വട്ടം ആലോചിച്ചാൽ പോലും അതിന് പിടികിട്ടാനില്ല. ഒരു ഗ്രൗണ്ട് വേണ്ടേ? അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു വൻകിട കമ്പനി എക്സാലോജിക്, എവിടെ നിന്നാണ് ഇതിൻ്റെ സാമ്പത്തിക വരുമാനം? അതിനകത്ത് ഒരുപാട് അക്കൗണ്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു, അനധികൃതമായി പണം പറ്റിയ അക്കൗണ്ടുകൾ. ഈ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഏത് കോടതിയാണ് അത് നിരാകരിക്കുക എന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിട്ടില്ല. ഒരു കോടതിക്കും അത് സാധിക്കുകയില്ല. പിണറായി വിജയൻ എൻ്റെ കൈ ശുദ്ധമാണ്, എൻ്റെ മടിക്കുത്തിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ഭാര്യേൻ്റെ പെൻഷൻ ഫണ്ട് കൊണ്ടാണ് എക്സാലോജിക് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ലോകത്തെ ചെറുപ്പക്കാരുടെ മുമ്പിൽ പറയാൻ കൊള്ളുന്നതാണോ കേൾക്കാൻ കൊള്ളുന്നതാണോ പരിശോധിക്കണം. ഒരു മുഖ്യമന്ത്രിയല്ലേ പറയുന്നത് ഭാര്യയുടെ പെൻഷൻ? ഭാര്യ ഏത് അഖിലേന്ത്യാ ഇതിന് പ്രസിഡന്റോ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റോ മറ്റാണോ? പെൻഷൻ കിട്ടുമ്പോൾ കോടികൾ കിട്ടുന്ന ഒരു ജോലിയാണോ അവരത്? UP സ്കൂൾ ടീച്ചർ, ആ ടീച്ചർ പെൻഷൻ പറ്റുമ്പോൾ എന്താണ് പെൻഷൻ ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയില്ലേ? ആ പെൻഷൻ കൊണ്ട് എക്സാലോജിക് ഉണ്ടായി എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്ക് പുള്ളിക്കില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ബാക്കിയൊന്നും വിശ്വാസമില്ലെങ്കിലും ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾക്ക് എന്നും വിശ്വാസമുണ്ട്. കോടതി അത് റൈറ്റ് ഹാൻഡ് അത് ഡീൽ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുന്ന കേസല്ല എക്സാലോജിക് കേസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ജനമറിയണം, ലോകമറിയണം പിണറായി വിജയനും കുടുംബവും ഇങ്ങനെയാണ് എന്ന് ലോകമറിയണം. അത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ അവകാശമാണ്, ആഗ്രഹമാണ്. ഈ കേന്ദ്ര ഏജൻസിയായിട്ടുള്ള SFIയുടെ അന്വേഷണമാണ് നടക്കുന്നത്. ഈ ഏജൻസിയിൽ വിശ്വാസമുണ്ടോ? ഈ അന്വേഷണത്തിലും എക്സാലോജിക് അല്ല, അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഏജൻസിയോട് വിശ്വാസമുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ വിശ്വാസം ഉണ്ടായ സംഭവങ്ങളുണ്ട്, വിശ്വാസമില്ലാത്ത സംഭവങ്ങളുണ്ട്. ഇതിൽ അവരെടുക്കുന്ന സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം, കോടതിയുടെ മുൻപിൽ വന്ന ഒരു കേസിൻ്റെ അകത്ത് ഇനി വലിങ്ങനെയൊന്നും ഒരു ഏജൻസിക്ക് കടന്ന് കുത്തി അത് പൊളിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക്. കോടതിയുടെ ഒരു ഒബ്സർവേഷൻ എന്തായാലും ആ കേസിൻ്റെ അകത്തുണ്ടാകും. അതുകൊണ്ട് വലിയൊരു അപകടം വരാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതൊക്കെ അങ്ങ് റെഡിയായില്ലേ? നമ്മുടെ എന്തെന്ന് ഫ്രീസ് ചെയ്യാൻ? നമ്മളെ കൈമൽ എന്ത് കാശാണ്, കാപ്പടവും കൊണ്ട് അവിടെ നടക്കുക. ഞങ്ങളൊക്കെ രാഷ്ട്രീയം കളിക്കുന്നത് അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അന്നന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെയാണ്. എന്ത് പണം നമുക്ക് നമ്മളെ അക്കൗണ്ട് പോയി നോക്ക്, നിങ്ങൾ ഏടെ അക്കൗണ്ട് കാശ് എന്തൊന്നും അത് മരവിപ്പിക്കാനൊന്നും ഇല്ലെന്നേ. AICCയുടെ കയ്യിലുമില്ല, KPCCൻ്റെ കയ്യിലുമില്ല, ജില്ലയിലുമില്ല, പേടിയുമില്ല. അതുകൊണ്ട് അതിലൊന്നൊരു പേടിയൊന്നും നമുക്കില്ല. ഓക്കെ, അതറിയില്ല. നമ്മൾ തൊട്ട് നോക്കിയാലല്ലേ തിരിച്ചു മരവിച്ചിട്ടുണ്ടോ എന്ന്.